വിച്ചുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. വിവേകിനോട് പറയാനുള്ളത് എന്താ വിളിക്കുന്നത്? Okay, we met through Arike actually, where Baladi stayed. So you guys are giving promotion to Arike? Yeah, kind of. അപ്പോൾ മാച്ച് ആയത് അരികയിലാണ്. We started talking. This guy in a month actually proposed to me. Not even in a month, I guess 2 weeks or so. He proposed. അതും പ്രപ്പോസ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് മാരേജ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അടിപൊളിയായിരുന്നു. അതിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാല്ലേ, ഇതൊക്കെ കട്ട് ചെയ്ത് അതെ, നിങ്ങളുടെ ഒരു കല്യാണം വരൂടാ. താൻ ആരാ? പോടോ, ഞാനൊന്നും പറഞ്ഞില്ല. അതിനെ പറ്റി മോശം പറയാം. കല്യാണം അവിടെ കല്യാണം. ഹായ്. ഐ തിങ്ക് ഞാൻ അരികെ എടുത്തിട്ട് ഒരു 1 monthനുള്ളിൽ തന്നെ വിച്ചുമായിട്ട് മാച്ചായി. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ഹാവിങ് കാഷ്വൽ കോൺവെർസേഷൻസ് ആൻഡ് ഓൾ. ആൻഡ് ബേസിക്കലി എനിക്ക് ആ അയക്കുന്ന മെസ്സേജിലൊരു ഇന്നസെൻസ് തോന്നിയിട്ട് റിപ്ലൈ ചെയ്തതാണ്. ഫസ്റ്റ് വീക്ക് തന്നെ മാച്ചായി. കണ്ണോരത്ത് കൈദൂരത്ത് നീ എന്നോടെന്നും ചേർന്നിരുന്നു. വിച്ചു ഭയങ്കര കുറുമ്പനായിട്ടുള്ളൊരു പയ്യനാണ്. പിന്നെ ഞാനെടുത്ത് വളർത്തിയ ഒരു കുട്ടിയാണ് അവൻ. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ബ്രൈഡ് നല്ല കുട്ടിയാണ്, ക്യൂട്ടാണ്. അതെ, yet to explore. അതെ അതെ അതെ. മൗനം മൂടിയ മോഹങ്ങൾ നീ മായാജാലങ്ങൾ ഓരെന്നും മുന്നിൽ മിന്നുന്നു. വാട്ട് മെയിൻ ബി ഫോൾ ഫോർ ഹിം ഇസ് ബേസിക്കലി വിച്ച് ഭയങ്കര ജെന്യുവൻ ആണ്. പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഭയങ്കര ഇന്നസെൻ്റ് ആണ് ബേസിക്കലി. ആൻഡ് ഞാൻ ഭയങ്കര വഴക്കാളിയാണ്. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിട്ട് ഒച്ചുണ്ടാക്കുന്ന കൂട്ടത്തിലാണ്. ഹി സിറ്റ്സ് ആൻഡ് ലിസൺസ്, ഹി ഡസൻറ്റ് സ്പീക്ക് എ വേർഡ്. ചില സമയം നമുക്ക് അത് ദേഷ്യപ്പെടും, പക്ഷെ എന്നാലും അത് ഭയങ്കര ഒരു പോസിറ്റീവാണ്. ഭയങ്കര കൺസിഡറേറ്റ് ആണ് ബേസിക്കലി. എൻ്റെ ഞാനെന്നുള്ളൊരു മനുഷ്യനെ ഭയങ്കര കൺസിഡർ ചെയ്ത് എന്നെ റിവോൾവ് ചെയ്ത് നടക്കുന്നൊരു മനുഷ്യനാണ്. ബേസിക്കലി ലൈക്ക് മറ്റേ ലൈക്ക് ഒരു എന്താ പറയാ, ഒരു ഡാർക്ക് പാത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു ലൈറ്റായിട്ട് വന്നു. അപ്പോൾ ലൈറ്റ് ഞാൻ കീപ്പ് ചെയ്തിരുന്നു. ഞങ്ങൾക്ക് ഒരു ചേട്ടന്റെ രീതിയാണ്. ചേട്ടൻ കാരണവസാനം. അതെ, ഓവർ ഫണ്ണെന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ഫണ്ണുണ്ടെങ്കിലും നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും എല്ലാം ക്ലീൻ ആയിട്ട് നമുക്കൊരു ഒപ്പീനിയൻ പറയാനായിട്ടാണ്. ഒരു സെമി ഗാർഡിയൻ എന്ന് വേണമെങ്കിൽ പറയാം. കൊതിച്ചിട്ടും വരാനിന്റെ വൈകിനി എത്ര വിളിച്ചിട്ടും വരാതെങ്ങോ നിന്നു നീ. മധു പകരു നീ താരകേ മനസ്സിലെ മോഹം നീയേ. മധു പകരു നീ താരകേ. വിച്ച് വേണമെങ്കിൽ നാളെ കെട്ടാന്ന് പറഞ്ഞിരിക്കുന്നതാണ് വിച്ച്. ബാക്കി നമുക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ബൈ ഗൈസ്.